വൺ നേഷൻ വൺ ഇലക്ഷൻ അഥവാ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം കുറച്ച് നാളായിട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ കഴിയുമോ എന്നുള്ള നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു വിഷയവും വൺ നേഷൻ വൺ ഇലക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ ഡിസഡ്വാൻറ്റേജുകൾ, ഇതെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു വർഷം തന്നെ പല തിരഞ്ഞെടുപ്പുകൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമായി 400-ലധികം തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളെ ഏകീകരിക്കുക, ഒരേ സമയത്ത് നടത്തുക എന്നുള്ളതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ അഥവാ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം. അതിനർത്ഥം നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം തന്നെ തിരഞ്ഞെടുപ്പുകളെല്ലാം നടക്കും എന്നല്ല. ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ പല ഘട്ടമായിട്ട് പല ദിവസങ്ങളിലായിട്ടാണ് നടക്കാൻ സാധ്യത. എന്നാൽ ഒരു വോട്ടർക്ക് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള സ്ഥാനാർത്ഥിയെ ഒരേ ദിവസം തന്നെ തിരഞ്ഞെടുക്കാനാകും. അതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ്റെ കോർ ഉദ്ദേശം. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ വൺ നേഷൻ വൺ ഇലക്ഷൻ ഇന്ത്യയിൽ ആദ്യമായി വരുന്ന ഒരു പുതിയ ആശയമല്ല. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നിലയിൽ വരുന്നതും ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നതും 1950 ജനുവരി 26-നാണ്. അതിനുശേഷം വന്ന ആദ്യത്തെ ഇലക്ഷൻ, അതായത് 1951, 1952 ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ഇലക്ഷൻ നടക്കുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന മാതൃകയിലാണ്. പിന്നീട് 67 വരെയുള്ള ഇലക്ഷൻസ്, അതായത് 1957, 62, 1967 ഈ 3 ഇലക്ഷൻസും ഇതേ മാതൃകയിലാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന ആശയം ഇല്ലാതെയായത്? നമുക്ക് അത് കാണാം. നമുക്കറിയാം, ഇന്ത്യൻ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും ജനറൽ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. എന്നാൽ പിൽക്കാലത്ത് പല സംസ്ഥാന നിയമസഭകളും 5 വർഷം തികയുന്നതിന് മുൻപേ പിരിച്ചുവിടപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1957 കേരളത്തിൽ നടന്നൊരു കാര്യം. 1957 കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ പ്രസിഡന്റ് ഭരണത്തിലൂടെ പുറത്താക്കുന്നത് 1959-ലാണ്. ഇനി നമുക്ക് ലോക്സഭയിലേക്ക് വരാം. ആദ്യത്തെ 3 ലോക്സഭകൾ 5 വർഷ കാലാവധി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1967-ലാണ് 4ാമത് ലോക്സഭ വരുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ലോക്സഭ പിരിച്ചുവിടുന്നത് 1970-ലാണ്. പിന്നീട് 1971 5ാമത് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം 1975 മുതൽ 1977 വരെയാണ്. അതുകൊണ്ട് തന്നെ 5ാമത് ലോക്സഭയുടെ കാലാവധി 1977 വരെ നീളുന്നുണ്ട്. പിന്നീട് പിന്നീട് വന്ന പല ലോക്സഭകൾക്കും ഈ 5 വർഷ കാലാവധി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് 1977 മുതൽ 1980 വരെ നീണ്ടുനിന്ന 6ാമത് ലോക്സഭ, പിന്നെ 1989 മുതൽ 1991 വരെ നീണ്ടുനിന്ന 9ാമത് ലോക്സഭ. അതായത് ആദ്യകാലത്തിൽ ഇന്ത്യയിൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ആർട്ടിക്കിൾ 356 പ്രകാരം പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നതും ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതുമാണ് ഈ സിസ്റ്റം ഇല്ലാതെയാകാനുള്ള കാരണം. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് 2023 സെപ്റ്റംബറിലാണ്. മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദായിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് തരുന്നത് ഈ അടുത്താണ്, 2024 മാർച്ച് മാസത്തിലാണ്. ആ റിപ്പോർട്ടിൽ അവർ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളായിരിക്കും ഒരുമിച്ച് നടത്താൻ പോകുന്നത്. അടുത്ത ഘട്ടത്തിലാണ് സംസ്ഥാനത്തിനകത്തുള്ള, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളുണ്ട്. അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ വിഭാഗങ്ങളിലായിട്ട് അധികാര വിഭജനം നടത്തിയിട്ടുള്ളത്. ഇതിൽ ആദ്യ ലിസ്റ്റ് അഥവാ യൂണിയൻ ലിസ്റ്റിലെ 72ാമത്തെ എൻട്രിയാണ് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ്. അതേപോലെ തന്നെ 2ാമത്തെ ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ 37ാമത് എൻട്രിയാണ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇത് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയിലെ ഇലക്ഷനെ പറ്റി പറയുന്ന വേറെ ഒരുപാട് ആർട്ടിക്കിളുകളുണ്ട്. ഉദാഹരണങ്ങളാണ് ആർട്ടിക്കിൾ 82, ആർട്ടിക്കിൾ 172, ആർട്ടിക്കിൾ 324. അതായത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന പുതിയൊരു ആശയം ഇന്ത്യയിൽ നിലയിൽ വരണമെങ്കിൽ ഈ വിഭാഗങ്ങളിലെല്ലാം നമ്മൾ മാറ്റം കൊണ്ടുവരണം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ. ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ നമുക്ക് സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന ആശയം കൊണ്ടുവരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 17 നമ്മുടെ ലോക്സഭയിൽ 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. ഇപ്പോൾ ഈ ബില്ല് ലോക്സഭ എംപിമാരും രാജ്യസഭ എംപിമാരും ഉൾപ്പെടുന്ന ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്.
ഇവർ ഈ ബില്ലിനെ പരിശോധിച്ച് അടുത്ത പാർലമെന്ററി സെഷൻ, അതായത് 2025 ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ബജറ്റ് സെഷനിൽ അവതരിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെക്കണം. എന്നാൽ നമുക്കറിയാം, സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറൽ വ്യവസ്ഥിതികളെ ഭേദഗതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ലിന് ഒരു നിയമമാകാൻ സാധിക്കുകയുള്ളൂ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായി ആ ഉന്നതതല കമ്മിറ്റി പറയുന്നത് ഭരണത്തിലുണ്ടാകാൻ പോകുന്ന സ്ഥിരതയാണ്. നമുക്കറിയാം, പലപ്പോഴായിട്ട് കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നേതാക്കന്മാരുടെയും MP-മാരുടെയും MLA-മാരുടെയും ശ്രദ്ധ ഭരണത്തിലായിരിക്കില്ല, ആ തിരഞ്ഞെടുപ്പുകൾ ജയിക്കാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ശ്രദ്ധ കൂടുതൽ ഭരണത്തിലേക്ക് കേന്ദ്രീകരിക്കാനായേക്കാം. മറ്റൊന്നാണ്, എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും മുന്നോടിയായി വരുന്ന മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അഥവാ പെരുമാറ്റച്ചട്ടം. ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും പല ക്ഷേമ പദ്ധതികളെയും കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ സൈമൾട്ടേനിയസ് ഇലക്ഷൻ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാലയളവ് കാര്യമായിട്ട് കുറയും. അത് സർക്കാരിൻ്റെ എഫിഷ്യൻസി കുറേ കൂടെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സൈമൾട്ടേനിയസ് ഇലക്ഷൻ്റെ മറ്റൊരു ഗുണമായിട്ട് ആ ഉന്നതതല കമ്മിറ്റി പറയുന്നത് ഇലക്ഷനിൽ ഇൻവോൾവ് ആകുന്ന ഭാരിച്ച ചിലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. അതായത് ഗവൺമെൻറ് ചിലവാക്കുന്ന പണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഇതെല്ലാം കാര്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ചിലവായത് ഏകദേശം 55,000 കോടി രൂപയാണ്. ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം 7,500 കോടി മുതൽ 12,000 കോടി രൂപ വരെ നമുക്ക് ലാഭിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പണം നമുക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലേക്ക് മാറ്റി വിനിയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഇത്രയധികം ദേശീയ, പ്രാദേശിക ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ നടന്ന് ഈ ഇലക്ഷൻസിൻ്റെ എണ്ണം കാര്യമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളുടെ എണ്ണം, വോട്ടർമാരുടെ എണ്ണം ഗണ്യമായിട്ട് കൂടാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണമേ ചെയ്യൂ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആശയത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ്, പ്രത്യേകിച്ച് പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികൾ. അതായത് ഇങ്ങനൊരു ഇലക്ഷൻ നിലവിൽ വന്നു കഴിഞ്ഞാൽ പ്രാദേശിക പ്രശ്നങ്ങളുടെ പ്രാധാന്യം കുറയും, നാഷണൽ ഇഷ്യൂസിൻ്റെ പ്രാധാന്യം കൂടും, അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ പ്രാധാന്യം കുറയും, അല്ലെങ്കിൽ നാഷണൽ പാർട്ടികൾ ഡോമിനേറ്റ് ചെയ്യും എന്നൊരു കൺസേൺ ഉണ്ട്. ഇതൊരു പരിധിവരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് 1-2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമായിരിക്കും. മറ്റുള്ള എല്ലാ റീജിയണൽ പാർട്ടീസും പതുക്കെ ഇല്ലാതെയാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം പറയാം. വൺ നേഷൻ വൺ ഇലക്ഷൻ നിലയിൽ വരണമെങ്കിൽ നിലവിലുള്ള ചില സംസ്ഥാന നിയമസഭകളുടെ കാലാവധി കൂട്ടേണ്ടി വരും, ചിലതിൻ്റെ കാലാവധി വെട്ടിക്കുറയ്ക്കേണ്ടി വരും. എത്ര സംസ്ഥാനങ്ങൾ ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനി അഥവാ വൺ നേഷൻ വൺ ഇലക്ഷൻ നിലയിൽ വന്നു എന്നിരിക്കട്ടെ, പിന്നീട് ആർട്ടിക്കിൾ 356 പ്രകാരം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ സിസ്റ്റത്തിൻ്റെ താളം തെറ്റും. മറ്റൊന്ന്, 2024 ജനറൽ ഇലക്ഷനിൽ ഏകദേശം 97 കോടി രജിസ്റ്റേർഡ് വോട്ടർമാരുണ്ടായിരുന്നു. ഇത്രയധികം വോട്ടർമാരെയും ലക്ഷക്കണക്കിന് പോളിംഗ് ബൂത്തുകളെയും മാനേജ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ഒരേ ദിവസം തന്നെ ഇലക്ഷൻ നടത്തുക, അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ സങ്കീർണതകളെയൊക്കെ മറികടന്നുകൊണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു യാഥാർത്ഥ്യമായി എന്നിരിക്കട്ടെ. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയം ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന രാജ്യം ഇന്ത്യയല്ല. ഇന്തോനേഷ്യ, ജപ്പാൻ, സ്വീഡൻ, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കപ്പെടുന്ന ഒരാശയമാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഈ രാജ്യങ്ങളുടെ വലിപ്പവും ജനസംഖ്യയും ഇന്ത്യയുടേത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ ആനുകാലിക പ്രസക്തിയുള്ള മറ്റേതൊരു വീഡിയോയാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. സൈലം SSC-RRBയുടെ കോഴ്സുകളെ പറ്റി അറിയാൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.